എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോബ് മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബസാൾട്ടിനെ കുറിച്ചാണ്. ബസാൾട്ട് നമുക്ക് അറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന CV കൂപ്പയാണ്. ടാറ്റ കർവ് ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ SUV കൂപ്പയായിട്ട് സിട്രോൺ അവരുടെ ബസാൾട്ടിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സാക്ട് പ്രൈസസ് വന്നിട്ടില്ലായിരുന്നു, അതുപോലെ എന്തൊക്കെ വേരിയൻസ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം വന്നപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വാഹനമായിട്ട് വരണമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയിൽ രണ്ട് വണ്ടിയാണ് SUV കൂപ്പ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലുള്ളത്. പ്രത്യേകിച്ച് ബസാൾട്ട്, ആദ്യം വന്ന ബസാൾട്ട്, രണ്ടാമത് ടാറ്റയുടെ കർവാണ്. അപ്പോൾ ഇത് രണ്ടും വലിയ ചർച്ചയായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ SUV കൂപ്പ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ആരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അതൊക്കെ ആൾക്കാരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ ഏതാണ് മെച്ചം എന്നുള്ളൊരു ഒരു ചർച്ച എപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ രണ്ട് വാഹനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമുക്ക് ഏത് വാങ്ങിച്ചാലാണ് വാല്യൂ ഫോർ മണി എന്നൊക്കെ നോക്കാം. അപ്പം ഡയറക്റ്റ് കമ്പാരിസൺ ടാറ്റയുടെ കോവുമായിട്ടാണ്. അപ്പം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഫിഗേഴ്സും ഫീച്ചേഴ്സും പറയാം. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു വിലയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു കോവ് എന്ന് പറയുമ്പോൾ ഒരു 4 മീറ്ററിൻ്റെ എബോ ഉള്ളൊരു വാഹനമാണ്, അത്യാവശ്യം സൈസുള്ളൊരു വാഹനമാണ്. SUV ഒരു സ്റ്റാൻസ് ഉള്ള വാഹനമാണ്, അല്ലെങ്കിൽ SUVയുടെ ഫീച്ചേഴ്സ് ഉള്ള ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു പുതിയ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാച്ച് ബാക്ക് ആണോ അല്ലെങ്കിൽ SUV ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൂപ്പ ഡിസൈൻ, ഒരു ചെരിഞ്ഞിറങ്ങുന്ന ഡിസൈനിലാണ് വരുന്നത്. ആ ഡിസൈനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ വിലയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം സിട്രോണിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ബസാൾട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 7.99 lakhs ആണ്. അതായത് നമുക്ക് 3 വേരിയൻറ്റിലാണ് വാഹനം നമുക്ക് കിട്ടുന്നത്. U പ്ലസ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ U എന്ന് പറഞ്ഞ വേരിയൻറ്റിനകത്ത് നാച്ചുറലി ആസ്പിറേറ്റഡ് വരുന്ന ഒരു എഞ്ചിനാണ്, ഒരു 1.2 ലിറ്റർ ആണ് വരുന്നത്. 85 PS പവർ ഡെലിവറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നത് 7.99 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വാഹനം കിട്ടുന്നുള്ളതാണ്. ഇതേ സമയം നമ്മൾ ടാറ്റയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാറ്റയുടെ കോവിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 9.99 lakhs മുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 13,62,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് കിട്ടുന്ന സമയത്ത് ടാറ്റയിലേക്ക് വരുന്ന സമയം അത് ഏകദേശം 17 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം പ്രൈസിൻ്റെ വ്യത്യാസം അനുസരിച്ച് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. എന്നാൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മളിപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരു ഹാച്ച് ബാക്ക് പോലത്തെ വണ്ടി അല്ലെങ്കിൽ SUV പോലെ ഒരു ചെറിയൊരു വണ്ടി വാങ്ങിയെടുത്താലും, അതൊരു കോമ്പാക്ട് SUV എടുത്തെന്ന് പറഞ്ഞാൽ 10 ലക്ഷം മുതൽ 13 ലക്ഷം വരെയൊക്കെ വില വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബസാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ളത് ബസാൾട്ടിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള മാനുവൽ വേരിയൻ്റ് ആണ്, അതായത് മാക്സിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ്. ഇതിനായിട്ട് 15,40,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. എന്നാൽ ഇതിന് U എന്ന് പറഞ്ഞ വേരിയൻറ്റ് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. എന്തുകൊണ്ട് നമുക്കൊരു ബസാൾട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. നമ്മളിനി എത്ര പൈസ കൊടുത്ത് വാഹനം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എപ്പോഴും ഒരു ഘടകമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം, ക്രാമ്പിങ് ഇല്ലാതിരിക്കണം, സീറ്റിൻ്റെ പൊസിഷൻ. കാരണം പല വാഹനങ്ങളും പലരും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് റോഡ് കാണണമെന്നൊക്കെ ചിലരുടെ ആഗ്രഹമുണ്ട്, അതായത് സീറ്റിലിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ വൊമിറ്റ് ചെയ്യുന്നവരൊക്കെ ഫ്രണ്ട് സീറ്റാണ് പൊതുവേ ഇരിക്കുന്നത്. പക്ഷേ ബസാൾട്ടിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇതിൻ്റെ സീറ്റിനൊക്കെ ഭയങ്കര ഹൈറ്റ് കൂടുതലാണ്. അതായത് പൊതുവേ ഫ്രണ്ട് സീറ്റിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് ബാക്കിലെ സീറ്റുകൾക്ക്. അപ്പം ബാക്കിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റോഡ് കാണാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീൽ ബേസ് നമ്മളിപ്പോൾ കർവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റേത് 2560 വരുന്ന സമയത്ത് ഇത് 2651 അതൊരു അത്രയും വ്യത്യാസം ഇൻറ്റീരിയൽ സ്പേസിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ രണ്ട് കമ്പനികളുള്ളൂ. ആ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ സ്പേസ് ശരിക്കും പറഞ്ഞാൽ ബസാൾട്ടിനാണുള്ളത്. അപ്പം ഇതാണ് മെയിനായിട്ട് കണ്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്, 1919 ഒരു ബ്രാൻഡാണ്. പിന്നെ ഞാൻ പണ്ട് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ പറയാറുണ്ട്, ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുന്നത് പറഞ്ഞാൽ ഒരു മാജിക് കാർപ്പറ്റ് റൈഡ് സസ്പെൻഷനാണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് നോക്കാം. ഇത് ഒരു 4 മീറ്ററിന് മുകളിലാണ്, 4352 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ഇവരുടെ എല്ലാ വാഹനങ്ങളോടും സാമ്യമുള്ള ഒരു ഫ്രണ്ട് ഫേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് അവരുടെ ലോഗോ തന്നെയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ റോഡുകളിൽ കണ്ടുപരിചയമില്ലാത്ത ഒരു ലോഗോയാണ് സിട്രോണിൻ്റെ ലോഗോ. ഗിയറിൻ്റെ ഷിവറോൺസ് ആണ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു V ഷേപ്പിലുള്ള ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രൊജക്ടർ, LED വിഷൻ പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുകൂടെ തന്നെ തൊട്ട് താഴെയായിട്ട് ഫോഗ് ലാംപ്സ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു റഗഡ് ഡിസൈനിലുള്ള ഒരു ഫ്രണ്ട് ഭാഗം, അതായത് നമുക്കൊരു എയർഡാമും ബമ്പർ ഏരിയ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്, 4 കളർ ഒക്കെ നമുക്ക് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഡ്യുവൽ ടോൺ ആയിട്ട്, അതുപോലെ തന്നെ കുറേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഒരു
അലോയ് വീൽസിനെ കുറിച്ചാണ് പറയാനുള്ളത്. 16 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന വീലാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ മക്വേഴ്സിൻ്റെ ഷട്ടും കോയിൽ സ്പ്രിങ്സ് ഒക്കെയാണ് വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഒഴുകുന്ന കാർപ്പറ്റ് അല്ലെങ്കിൽ പറക്കുന്ന പരവതാനി എഫക്റ്റ് കിട്ടുന്ന ഒരു സസ്പെൻഷൻ ആയിരിക്കും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ നമുക്ക് വീലാർക്കൊക്കെയാണ് അത്യാവശ്യം വലിയ വീതിയുള്ള ഒരു ഫെൻഡർ, ആ ഒരു SUV-യുടെ ഒരു സ്റ്റാൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അത്രയും വലുതായിട്ടുള്ള ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളിനി മിറേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ORVMലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറയാം. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പല വണ്ടികൾക്കകത്തും ഫീച്ചേഴ്സ് ഭയങ്കര കുറവാണെന്നുള്ള പരാതിയുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡ് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആ വാഹനത്തിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആ മിററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു SUV സ്റ്റാൻസ് എന്ന് പറഞ്ഞ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള റോഡ് ഒബ്സ്റ്റക്കിൾസ് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് നമുക്കൊരു ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ, ഓഫ് റോഡ് പോകുന്നതല്ല, നമ്മൾ ഇച്ചിരി മോശം വഴിയിലൂടെ പോയാലും അടി തട്ടാതിരിക്കുക, അല്ലെങ്കിൽ ബമ്പ് വരുന്ന സമയത്ത് അടി തട്ടാതിരിക്കുകയൊക്കെയാണ് വേണ്ടത്. 180 മില്ലിമീറ്ററോളം വലിപ്പമുള്ള അല്ലെങ്കിൽ ഹൈറ്റുള്ള നമുക്കൊരു ഗ്രൈൻഡ് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ വാഹനം കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ ഒരു ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് ടച്ച് സെൻസർ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു കുറച്ചുകൂടെ മാനുവലായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബേസ് വേരിയൻ്റ് ഒക്കെ വരുന്ന സമയത്ത്, അല്ല മിക്ക വേരിയൻസിനകത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ഈ പറയുന്ന സെൻസേഴ്സ് വാഹനങ്ങളിൽ കൂടുന്നതനുസരിച്ച് വാഹനത്തിൻ്റെ റിലയബിലിറ്റി കുറച്ച് കുറഞ്ഞു വരാനുള്ള, കാരണം ഇലക്ട്രിക്കലായിട്ടുള്ള ഫോൾട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വണ്ടികളിലും ഉണ്ട്. പക്ഷേ അത് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്കൊരു വാഹനത്തിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബാറ്ററിയുടെ ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഈ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചെരിഞ്ഞിറങ്ങിയ റൂഫൊക്കെ തന്നെയാണ്. അപ്പം ഇതിനെയാണ് ഒരു കൂപ്പേ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൂപ്പേ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് മുതൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു ഡിസൈനാണ് കൂപ്പേ ഡിസൈൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു എയറോഡൈനാമിക്കലായിട്ടുള്ള ഡിസൈനായിട്ടാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ റെഡ് കളറുള്ളൊരു സ്റ്റാൻസ് നമുക്ക് കാണാം. അപ്പോൾ റെഡ് കളർ പൊതുവേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള വണ്ടികളായിരിക്കും. അപ്പോൾ ഇതൊരു ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ആ റെഡ് കളർ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഫ്യൂൽ ലൈറ്റ് നമുക്കിവിടെ കാണാം. അല്ല ബാക്ക് ടയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇതൊരു പുതുതായിട്ട് വന്നിരിക്കുന്ന നല്ലതാണ്. നമ്മൾ ഇച്ചിരി വണ്ടിയൊക്കെ ഓടിച്ച് രാവിലെ ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെളിക്കകത്തോടൊക്കെ വന്നതിൻ്റെതായിട്ടുള്ള കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, നമുക്ക് കഴുകി കുട്ടപ്പനാക്കി എടുക്കാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ടെയിൽ ലാമ്പ് നമുക്ക് കാണാം. ടെയിൽ ലാമ്പിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു 3D ഷേപ്പിലുള്ള ടെയിൽ ലാമ്പാണ്. 3D എന്ന് പറയുമ്പോൾ രണ്ട് വശം കവർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് 3D ടെയിൽ ലാംപ്സിനെ ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് ഡ്യുവൽ ടോൺ വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഷാർഫിൻ ആൻഡ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡിഫോഗറുള്ള ഗ്ലാസ്സുകളുണ്ട്. അതേപോലെ ഈ വാഹനത്തിനകത്ത് ഈ സിട്രോണിൻ്റെ യഥാർത്ഥ ലോഗോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ, രണ്ട് ബൂമറാം കമത്തി വെച്ചിരിക്കുന്ന പോലുള്ള ലോഗോ ഉണ്ട്. സിട്രോണിനുള്ള റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നോക്കാം. അത്യാവശ്യം ഭയങ്കര വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 470 ലിറ്ററുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. ഞാൻ ഇതിൻ്റെ വാഹനത്തിനകത്ത് എന്ത് സിമ്പിളായിട്ട് കയറിയിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം കൊണ്ട് നമുക്കൊരു ദീർഘദൂര യാത്രയൊക്കെ പോകുന്ന നേരത്ത് ഇഷ്ടം പോലെ ലഗേജസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇച്ചിരി പൊക്ക കൂടുതലാണ്, അതുകൊണ്ട് ഇച്ചിരി നമ്മൾ എഫേർട്ട് എടുത്ത സാധനങ്ങൾ പൊക്കി വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് അങ്ങനെ വന്നതിനും കാരണമുണ്ട് കേട്ടോ. കാരണം ഈ വാഹനം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, നമ്മൾ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാളും പൊക്കം കൂടുതലാണ് ഈ ബാക്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരിയുടെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ബാക്ക് ഇരിക്കുന്നത് പറഞ്ഞത്. കണ്ടോ എന്തുമാത്രം ഏരിയയാണ് ഈ ടയറിൻ്റെ ഒരു ഏരിയ വരുന്നത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കി, അകത്തെ സീറ്റിംഗ് പൊസിഷൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ലൈക്ക് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെ ഫ്രണ്ടിലത്തെ വിൻഡോയിൽ കൂടെ നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ ആ ക്രാമ്പിങ് ഇഷ്യൂ ഒന്നും പൊതുവെ ഉണ്ടാകത്തില്ല. അപ്പം ഇതിങ്ങനെ ബാക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതാണ് ബസാൾട്ടിൻ്റെ ഒരു ബാക്കിലെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ റിവേഴ്സ് ബാക്കിനുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ നോക്കിയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല ഭയങ്കര ബ്യൂട്ടി സ്പേസ് ഉള്ളൊരു വാഹനം ഒക്കെയാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ സ്പെയർ ടയർ ഉണ്ട്, 1 ഇഞ്ച് കുറവാണെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ സൈഡിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. നമുക്കിനി ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മാക്സ് വേരിയൻറ്റിൻ്റെ, അതായത് മാനുവലിലുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഒരു ഡ്രൈവിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ ഉള്ളത് ലേമേഴ്സൺ സിട്രോ എന്ന അക്ഷയാണുള്ളത്. അക്ഷയ ഒന്ന് തിരിഞ്ഞ് കാണിച്ചേ, ഫേസൊക്കെ ഒന്ന് കാണിച്ചേ. ഓക്കെ, അക്ഷയാണ് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കുകയാണ്.
അപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് റണ്ണിങ്ങിൽ നമുക്ക് പറയാം. ആദ്യത്തെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ഒരു സീറ്റിൻ്റെ പ്രത്യേകത തന്നെയാണ്. നമുക്ക് മാനുവലി ആണ് ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോണറ്റിൻ്റെ എൻഡ് വരെ കാണാം. പിന്നെ അത്യാവശ്യം ഇത് വലിപ്പമുള്ളൊരു വണ്ടിയാണെങ്കിലും നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പം നമുക്ക് അത്രയും വലിപ്പം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് നമുക്ക് എവിടെയും കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഡ്ത്താണ് ഈ വാഹനത്തിനകത്ത് ഉള്ളത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏകദേശം 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ആപ്പിൾ കാർപ്ലേ ഇത് രണ്ടും നമുക്ക് ഇതിനകത്ത് വാഹനത്തിനകത്ത് നമുക്ക് പെയർ ചെയ്ത് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ശരിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ UBI മൈസിട്രോൺ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. 40+ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ വാഹനങ്ങളും ഉള്ളതാണ്. നമുക്ക് റിമോട്ട്ലി വാഹനം ഓട്ടോമാറ്റിക് ഒക്കെ ഉള്ള വാഹനങ്ങളാണ് റിമോട്ട്ലി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഉള്ള സംവിധാനങ്ങൾ, AC ഓൺ ആക്കാം, അങ്ങനെ പല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിൽ ജിയോ ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വാഹനത്തിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, സിട്രോണിനകത്ത് കണ്ടുവന്നിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലസ്റ്റർ അത്ര ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. എന്നാൽ അതൊക്കെ മാറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് പാനൽ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൾട്ടി കളറായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ TBMS ഒക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിനകത്ത് നമുക്ക് മോഡുകളുണ്ട്, എക്കോയും അതുപോലെ തന്നെ ഈ സ്പോർട്സ് മോഡുകളൊക്കെ വാഹനത്തിനകത്തുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മാനുവലി മാറ്റേണ്ട ആവശ്യമില്ല. വാഹനം പെർഫോമൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മീഡിയ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സിട്രോണിൻ്റെ ലോഗോ ഉണ്ട്. വാഹനത്തിൻ്റെ ഹോൺ ഇതാണ്, മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഹോണൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC യെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC-കളാണ്. AC-യുടെ വെൻറ്റുകൾ അത്യാവശ്യം വലിയ വെൻറ്റുകൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലിഷാണ്, ഒരു ഫ്രഞ്ച് ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 14 ഡിഗ്രി വരെ നമുക്ക് ഈ വാഹനത്തിനകത്ത് തണുപ്പിക്കാം. നോർമലി എല്ലാ വാഹനങ്ങളിനകത്തും 17 വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ വാഹനം വളരെ പവർഫുൾ ആയിട്ടുള്ള കംപ്രസറൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുഖകരമായിട്ടുള്ള എത്ര ചൂടാണെന്ന് പറഞ്ഞാലും അറിഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു AC നമ്മുടെ നാടിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് 12 വോൾട്ടിൻ്റെ കാർ ചാർജറുണ്ട്. പിന്നെ അത് കൂടാതെ വയർലെസ് ചാർജേഴ്സ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നോർമലി എല്ലാ വേരിയൻസിനകത്തും തന്നെ വയർലെസ് ചാർജർ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിനകത്തുള്ള അല്ലേ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലാണെങ്കിൽ വയർലെസ് ചാർജേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കാണാം. അതുപോലെ നമുക്കിവിടെ സാധനങ്ങൾ വെക്കാനായിട്ട് ഡീപ്പറായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള പ്രത്യേകത. ആ സമയത്ത് നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു ഓട്ടോ ആയിട്ട് വരുന്ന IRVM അല്ല. നമുക്ക് മാനുവലി നമുക്ക് ഡേ ലൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സൺവൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ വാനിറ്റി മിറേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു യെല്ലോ കളറിലുള്ള ലൈറ്റിങ്സ് ഒരു ബാക്കിലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തുനിന്ന് പറയാനുള്ളത്. ബാക്ക് സൈഡിലെ കംഫോർട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് പറയാം. അതിന് മുമ്പ് നമുക്ക് എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഈ ഒരു വാഹനം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 10 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ ഒരു വാഹനത്തിന് നമുക്ക് പെട്രോൾ വേരിയൻറ്റുകൾ മാത്രമേ ഉള്ളൂ. 1.0 ലിറ്റർ വരുന്ന 2 ലിറ്റർ വരുന്ന എഞ്ചിൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്നൊരു എഞ്ചിനാണ് ഏറ്റവും ബേസ് വേരിയൻറ്റിനകത്ത് വരുന്നത്. അത് 82 PS പവറും നമുക്ക് കിട്ടുന്നത് 115 അല്ലേ, 115 എണ്ണം ടോർക്കാണ് വാഹനത്തിനകത്ത് നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്നത്. ഇനി പ്ലസിലേക്കും അതുപോലെ അതിനകത്ത് നമുക്ക് മാനുവൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് നമുക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റിന് മാനുവൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ പ്ലസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്ലസിലും മാക്സിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് അവൈലബിൾ ആണ്. ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള വരുന്ന എഞ്ചിനാണ്. പ്യൂർടെക് എന്ന് പറയുന്ന ഇവരുടെ എഞ്ചിനാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കിട്ടുന്നത്. പ്യൂർടെക് എന്ന് പറയുമ്പോൾ ഓൾറെഡി വളരെ പ്രൂവൺ ആയിട്ടുള്ള സിട്രോണിൻ്റെ ഒരു എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പവർ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. മാനുവലിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് 110 PS 190 എണ്ണം ടോർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 110 PS പവർ, അതുപോലെ തന്നെ 205 എണ്ണം ടോർക്കാണ്. അപ്പം ഈ ഒരു ഫിഗേഴ്സിന്റെ വ്യത്യാസം തന്നെ നമ്മൾ എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഓട്ടോമാറ്റിക്കലി വരുന്ന 205 എണ്ണം ടോർക്ക് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പം അതും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1750 RPM നമുക്ക് ആ ടോർക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ വാഹനം നമുക്കൊന്ന് കാല് കൊടുത്തൊന്ന് ഓടിച്ചു നോക്കാം. ഈ സിഗ്നൽ ഒന്ന് തിരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വാഹനം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഈ പറയുന്ന RPM-ലൊക്കെ ഇത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിയറിൽ തന്നെ ഏകദേശം 50 കിലോമീറ്റർ സ്പീഡ് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ 73 ഒക്കെ പാസ്സായിരിക്കുകയാണ്. തേർഡ് ഗിയർ വരുമ്പോൾ തന്നെ 80 കിലോമീറ്റർ ടച്ച് ആയിരിക്കുകയാണ്. 130 വരെ അല്ലേ. പക്ഷെ നമ്മുടെ ഈ റോഡിന്റെ ഇതിപ്പോൾ ഒരു ഹൈവേ ആയതുകൊണ്ട് നമുക്ക് അവിടെ 90 വരെയാണ് ലിമിറ്റ്സ്. അതുകൊണ്ട് നമ്മളൊരു 80 വരെ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ.
അപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആക്സലറേഷൻ ആണ്. അതായത് ഏറ്റവും ലോവർ ഫിഗർ ആയിട്ടുള്ള RPM തന്നെ നമുക്ക് നല്ല പവറിലേക്ക് ടർബോ ചാർജ്ഡ് എഞ്ചിൻ വരുന്നുണ്ട്. നമുക്ക് 1750 ആ ഒരു RPM ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടർബോ കിക്കിൻ ചെയ്ത് വാഹനം പറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ ടർബോ ചാർജ്ഡായിട്ട് വരുന്ന എഞ്ചിൻ വളരെ പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ്. പിന്നെ വളരെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. കാരണം നമ്മൾ ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 11 തവണ അവർ വേൾഡ് റാലി WRC ചാമ്പ്യൻഷിപ്പിൽ ഈ പറയുന്ന ഈ ബിൽഡേഴ്സ്, അതായത് കൺസ്ട്രക്ടേഴ്സിൻ്റെ കപ്പ് നേടിയ ഒരു കമ്പനിയാണ്. അതപ്പോൾ അവർക്ക് എഞ്ചിൻ ഉണ്ടാക്കാനൊന്നും നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവരുടെ ഒരു DNAയിലുള്ള പ്യൂടെക് എന്ന് പറയുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ പെർഫോമൻസ് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള അടിപൊളി എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അത്രയും ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും ഈ ഒരു വാഹനം നമ്മൾ കൊടുക്കും. പിന്നെ ഈ ഒരു വാഹനത്തിന് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല റോഡായതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങളൊരു കട്ടറൊക്കെ നിറഞ്ഞ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ സിട്രോണിൻ്റെ പ്രത്യേകത തന്നെ എനിക്ക് തോന്നുന്നു, ഇവരുടെ ബ്രാൻഡിൻ്റെ പ്രത്യേകത തന്നെ യാത്രാസുഖം കൂടുതലുള്ള വണ്ടികൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇവരെപ്പോഴും പറയുന്ന പോലെ ഇവരുടെ ഒരു പറക്കും പരവതാനി എഫക്റ്റാണ് മെയിനായിട്ട് വരുന്നത്. ഈവൻ റോൾസ് റോയ്സിന് പോലെ ഒരു കാലത്ത് ഇവർ ഹൈഡ്രോ ന്യൂമാറ്റിക് സസ്പെൻഷൻ ഇവരുടെ പേരിലാണ് പേറ്റന്റ് ഉണ്ടായിരുന്നത്. ഇവരാണ് അതിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് നല്ല വലിയ ബ്രാൻഡ്സ് BMW പോലുള്ള ബ്രാൻഡ്സിനൊക്കെ ഇവരുടെ സസ്പെൻഷന് കൊടുക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മഫേഴ്സൺ സ്ട്രറ്റ് ആണെങ്കിൽ പോലും ഇവർക്ക് വേണ്ടി സ്പെഷ്യലി ട്യൂൺഡ് ആയിട്ട് വരുന്നൊരു സസ്പെൻഷനാണ്. നമ്മളൊരു കുഴിയിലൊക്കെ ചാടി കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ്, അതായത് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് കുഴിയിൽ ഇറങ്ങിയെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും സാധാരണ ഒരു കാർ ഇറങ്ങുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നതായിരിക്കില്ല. ആ ഹിറ്റ് നമുക്ക് ബോഡിയിൽ കിട്ടില്ല. അതെ, മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും. ഇപ്പം മൈലേജിലേക്ക് വരാം. ഈ വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് വരുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഏകദേശം 18 കിലോമീറ്ററാണ് ഇവർ മൈലേജ് പറയുന്നത്. നമ്മൾ ARI സർട്ടിഫൈഡ് ആയിട്ട് ക്ലെയിം ചെയ്യുന്ന ഒരു മൈലേജാണ്. എന്നാൽ ടർബോ ചാർജിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ മൈലേജ് ഈ വാഹനം ഡെലിവറി ചെയ്യുന്നുള്ളതാണ്. 19 ഒക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കിലേക്ക് 19.5 അല്ലെ, ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് അല്ലേ. ഓക്കെ, 18.5. പക്ഷേ നമുക്ക് ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള മാനുവൽ ആയിട്ട് വരുന്ന ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിക്ക് അങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ടോപ്പായിട്ട് വരുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ടോർക്ക് കൺവേർട്ടർ ആയിട്ട് വരുന്ന ഒരു ഗിയർ ബോക്സ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് കിട്ടും. പിന്നെ സിട്രോണിനെ സംബന്ധിച്ച് നമുക്ക് ലേമേസൺ സിട്രോൺ ആണ് നമുക്ക് ട്രിവാൻഡ്രത്തുള്ളത്. എനിക്ക് കേരളത്തിൽ വേണ്ടി നിങ്ങൾ തന്നെയുള്ളത് അല്ലേ. അതെ, അപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലം, അതുപോലെ എറണാകുളം, കാലിക്കറ്റ് ഈ മേഖലകളിലാണ് ഈ വാഹനം ഈ ഷോറൂംസ് ഉള്ളത്. അപ്പം ഒരുപക്ഷെ ഷോറൂംസിന് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഈ വാഹനങ്ങൾ ഈ സർവീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും ആൾക്കാർ മേടിക്കാത്തത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ സിട്രോൺ എനിക്ക് വരുന്ന സമയത്ത് വില കൂടുതലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഇറങ്ങുന്നത്, അതായത് നമുക്ക് ഇന്ത്യയിൽ 2 പ്ലാൻസ് ആണുള്ളത്. തിരുവള്ളൂർ, ഹൊസൂരാണ് 2 പ്ലാൻസ് ഉള്ളത്. അപ്പോൾ ഇവർ ഇവിടുന്ന് എഞ്ചിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് ഇന്ത്യ വിട്ട് പോകുന്നത് നിങ്ങൾ ആ കാരണം കൊണ്ട് പേടിക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 2 പ്ലാന്റുകളാണ് വിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും ആ ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. കാരണം പല ബ്രാൻഡ്സ് ഇന്ത്യ വിട്ട് പോകുന്നത് കൊണ്ട് ഇവിടെ സെയിൽസ് കുറവായിരിക്കുന്നത് കൊണ്ട് ഈ വാഹനം ഇട്ടിട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവർ അഗ്രസീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഞാൻ നോക്കിയിട്ട് എപ്പോഴും കാണുന്നില്ല. ഇപ്പം സ്മൂത്തറായിട്ടാണ് ഇവർ ഓരോ വണ്ടികൾ കൊണ്ടുവരുന്നത്. റോഡിൽ ആൾക്കാർക്ക് ഫീഡ്ബാക്ക് കിട്ടി അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് ആണ് കൂടുതലായിട്ട് സിട്രോൺ ആൾക്കാർ വാങ്ങിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രൈസിൻ്റെ കാര്യത്തിൽ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് നമുക്ക് 10 ലക്ഷം ഓൺ റോഡിൽ കിട്ടും. അതായത് ഒരു SUV കൂപ്പേ നിങ്ങൾക്ക് 10 lakhs നമുക്ക് മേടിക്കാം. എന്നാൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്ന സമയത്ത് ഒരു 17 ലക്ഷം രൂപ, ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് 17 ലക്ഷം കിട്ടും. അപ്പം 10 ലക്ഷത്തിനും 17 ലക്ഷത്തിൻ്റെ ബ്രാക്കറ്റ് ഇടയിലാണ് നമുക്ക് വാഹനം കിട്ടുന്നത്. ഇത് ടാറ്റയിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും കൂടുതലാണ്. അപ്പോൾ 9.9 ആണ് എക്സ്-ഷോറൂം വരുന്നത്. അത് ഏറ്റവും മുകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് 19 lakhs ഒക്കെ വരാനുള്ള ഒരു ചാൻസസും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പം ഇതിന് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സേഫ്റ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്
ഇതിനകത്ത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇപ്പം സേഫ്റ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ല, ഡെഫിനറ്റ്ലി അങ്ങനെ വേണം. 6 എയർ ബാഗ് ഉണ്ട്, അതുപോലെ ABS ഉണ്ട്, EBD ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ്, ISO ഫിക്സ് ചൈൽഡ് സീറ്റ് ഉണ്ട്. അതായത് ബേസിക് ആയിട്ട് വേണ്ടുന്ന എല്ലാ നെസസറി ആയിട്ടുള്ള സേഫ്റ്റി മാനദണ്ഡങ്ങളും ഈ വാഹനം പാലിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോഡിയൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വാറണ്ടിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വാഹനത്തിന് 2 വർഷവും 40,000 കിലോമീറ്റർ ആണ് വാറണ്ടി, അല്ലേ? 2 years and 40,000 അല്ലേ? അത് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, 1,45,000 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, അത്രയും വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലേ? 5 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് RSA എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ സർവീസ് ആണെങ്കിലും ഒരുപാട് പൈസ വരുന്ന ഒരു സർവീസ് ഒന്നും ആയിരിക്കില്ല ഈ ഒരു വാഹനത്തിന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു മാനുവൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വളരെ സ്മൂത്തറായിട്ടുള്ള ട്രാൻസ്മിഷൻസ് ആണ്. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നതൊന്നും നമുക്ക് അറിയാൻ പോലും ഇല്ല. ലൈക്ക് ഒരു ജോക്കിങ് അങ്ങനെയൊന്നും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു RPM ഈ പറയുന്ന പോലെ നമുക്ക് ഇത്രയും ടോർക്ക് ഫിഗർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലോ സ്പീഡിലാണെങ്കിലും നമുക്ക് ഹൈ ഗിയേഴ്സിലും നമുക്ക് പോകാൻ പറ്റും. കാരണം എഞ്ചിനെ അത് വലിച്ചുകൊണ്ട് പോകും. നോർമലി ഡീസൽ വാഹനങ്ങളിലാണ് നമ്മൾ ഇത്രയും ടോർക്ക് ഫിഗേഴ്സ് കാണുന്നത്. അപ്പോൾ അത്രയും തന്നെ ഈ പറയുന്ന പെട്രോൾ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്ക് ബാക്ക് സൈഡിലെ സീറ്റ് നമുക്ക് എന്താണെന്ന് അറിയണം. നമുക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കാം. ബസാൾട്ടിൻ്റെ പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. നിങ്ങളത് ഇതൊരു ബാക്ക് ഇങ്ങോട്ട് താവട്ടൊന്ന് കാണിച്ചേ. ഓക്കെ, ഇത് കണ്ടോ? ഇതാണ് ഈ വാഹനത്തിനകത്ത് സ്പേസ് എന്ന് പറയുന്നത്. ഇതുണ്ടോ? ഇത്രയും സ്പേസ് ഉണ്ട്. ഒരടിക്കടുത്ത് സ്പേസ് നമുക്ക് ലെഗ് സ്പേസ് ഈ വാഹനത്തിനുണ്ട്. അപ്പം 6 അടിയുള്ളവരും 6.5 അടിയുള്ളവരും ഇരുന്നാലും ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. 2651 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തൈ സപ്പോർട്ട്സ് ഉള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് കാല് നീട്ടി സുഖകരമായിട്ട് നമുക്ക് ഇരിക്കാം. അതിൽ ഹെഡ് റെസ്റ്റ് വാഹനത്തിനകത്ത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വാഹനത്തിനകത്ത് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഹെഡ് റെസ്റ്റുകളാണ് വാഹനത്തിനകത്തുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ആം റെസ്റ്റ് ഉണ്ട് കേട്ടോ. വളരെ രാജകീയമായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റും. ഇതൊരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തല മുകളിൽ തട്ടുമെന്ന് വിചാരിക്കേണ്ട. അത്യാവശ്യം ഞാൻ 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ ബാക്ക് സൈഡിലെ പ്രത്യേകത. പിന്നെ നമുക്കിവിടെ ഒരു AC വെൻറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു ലൈറ്റും റീഡിംഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്തുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള വെൻ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ സീറ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് റോഡ് കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കുക. ഈ സീറ്റ്സിന് ഫ്രണ്ടിൽ സീറ്റിനേക്കാളും പൊക്ക കൂടുതലാണ്. അത്യാവശ്യം 14 ഡിഗ്രി തണുപ്പിക്കുന്ന AC ഉള്ളതുകൊണ്ട് ബാക്കിലും നല്ല ഒരു തണുപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഓപ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു SUV കൂപ്പയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഷോറൂംസിൻ്റെ എണ്ണം ഇനി കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിലവിൽ 4 ഷോറൂംസ് ആണുള്ളത്. തിരുവനന്തപുരത്തുള്ള ലെയ് മേസൺ സിട്രോയിനാണ് നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് അക്ഷയാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അക്ഷയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വാഹനത്തെക്കുറിച്ച്, ഈ ഡിസൈനെക്കുറിച്ചും ഈ ഒരു വാഹനത്തിൻ്റെ മറ്റുള്ള പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് രൂപേണ എഴുതുക. ഇതോടെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാം. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം റോബ് ബൈ ഷോ എന്നുള്ള ഒറ്റ പേരിലാണുള്ളത്. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 3 പ്ലാറ്റ്ഫോമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണ്ടൻസ് ആണ് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. മീൻസ് വാഹനങ്ങളുടെ ആണെങ്കിൽ തന്നെ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ വരാറില്ല, ഫേസ്ബുക്കിലുള്ള വീഡിയോ യൂട്യൂബിൽ വരാറില്ല, അത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും വരാറില്ല. അപ്പോൾ 3 പ്ലാറ്റ്ഫോംസ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും നിങ്ങൾ താഴെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് ബൈ ഷോ.